നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ കെഎസ്ആർടിസിയുടെ സമഗ്ര വികസനത്തിന് പദ്ധതി തയ്യാറാക്കിയതായി പി.ടി. തോമസ് എം.പി. ഡോക്ടർ ബലരാമൻ കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നഴ്സസ് പേരന്റ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ മാർച്ച് നടത്തി. ഇടവെട്ടി ഔഷധ സേവയ്ക്ക് വൻ ഭക്തജനത്തിരക്ക്. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ കെഎസ്ആർടിസിയുടെ സമഗ്ര വികസനത്തിന് വകുപ്പ് മന്ത്രിയുമായുള്ള ചർച്ചയിൽ ധാരണയായതായി പി.ടി. തോമസ് എം.പി. തൊടുപുഴ മൂവാറ്റുപുഴ ഡിപ്പോ വികസന പദ്ധതികൾ ഉൾപ്പെടെ കോടികളുടെ വികസനത്തിനാണ് ധാരണയായത്. ടൂറിസ്റ്റ് കേന്ദ്രമായ മൂന്നാർ ഡിപ്പോ നവീകരണത്തിന് തന്നെ 3,08,00,000 രൂപ അനുവദിക്കും. കാലഹരണപ്പെട്ട ബസ്സുകൾ മാറ്റുന്നതിനും തമിഴ്നാട് സർവീസ് ആരംഭിക്കുന്നതിനും മന്ത്രി സമ്മതിച്ചിട്ടുണ്ട്. ഓർഡിനറി ബസ്സുകൾ ലിമിറ്റഡ് സ്റ്റോപ്പുകളും ഫാസ്റ്റ് പാസഞ്ചറും ആക്കിയതുമൂലം വിദ്യാർത്ഥികൾക്കുണ്ടാവുന്ന യാത്രാക്ലേശം പരിഹരിക്കാൻ നിയമനിർമ്മാണം നടത്തും. കെഎസ്ആർടിസി ഭൂമികളിലെ ഗുരുതരമായ കയ്യേറ്റം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും എം.പി. പറഞ്ഞു. കെഎസ്ആർടിസിയുടെ സമഗ്ര വികസനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദ് ഇടുക്കി പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ ഓപ്പറേറ്റിംഗ് കേന്ദ്രങ്ങളായ കോതമംഗലം, മൂവാറ്റുപുഴ, മൂലമറ്റം, മൂന്നാർ, കട്ടപ്പന, കുമളി ഈ മേഖലകൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതി അനുവദിച്ചു തന്നിരിക്കുക. ബഹുമാനപ്പെട്ട ശ്രീ ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായ ഉടനെ കെഎസ്ആർടിസിയുടെ ചാർജ് എടുത്ത ഉടനെ, അതിനു മുമ്പ് ശ്രീ ശിവകുമാർ ചാർജ് എടുത്തപ്പോഴും എം.പി. എന്ന നിലയിൽ ഇടുക്കി പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ ഞാൻ മേൽപ്പറഞ്ഞ ഡിപ്പോകളുടെ വികസനത്തിനു വേണ്ടിയും അവിടുത്തെ പ്രാഥമികമായ കാര്യങ്ങൾ നടപ്പാക്കുന്നതിനു വേണ്ടി ചില പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഇന്ത്യൻ നഴ്സസ് പേരന്റ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ മാർച്ച് നടത്തി. ഡോക്ടർ ബലരാമൻ കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ നടപ്പിലാക്കുക, വിദ്യാഭ്യാസ വായ്പ എഴുതിത്തള്ളുക, തൊഴിൽ രംഗത്തെ ചൂഷണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. മാർച്ച് സംഘടനയുടെ സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് എം.എ. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. നഴ്സുമാരുടെ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര നിയമം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. നേതാക്കളായ എ.എൻ. വിനോദ് കുമാർ, ജോസഫ് പെരുവന്താനം, രാജു കൊന്നനാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. നമ്മൾ ഉയർത്തിയിരിക്കുന്ന ഒന്നാമത്തെ ഡിമാൻഡ് ഡോക്ടർ ബലരാമൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഇത്തരമൊരു കമ്മീഷനെ സർക്കാർ നിയോഗിക്കുവാനുണ്ടായ സാഹചര്യം നമുക്ക് ഏവർക്കും അറിയാം. 2 വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന നഴ്സുമാർ സമരം ആരംഭിച്ചപ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അവരൊക്കെ കഷ്ടപ്പെട്ട് ലോണെടുത്ത് പഠിപ്പിച്ച് തൊഴിലിനായി വിടുന്ന കുഞ്ഞുങ്ങൾ എന്ത് തരത്തിലുള്ള പീഡനങ്ങളും പ്രശ്നങ്ങളും. പ്രശസ്തമായ ഇടവെട്ടി ഔഷധ സേവയ്ക്ക് വൻ ഭക്തജനത്തിരക്ക്. ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 1 വരെ നടന്ന ഔഷധ സേവയ്ക്ക് തുടക്കം മുതൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ധന്വന്തരി ചൈതന്യമുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വിതരണം ചെയ്യുന്ന ഔഷധക്കൂട്ട് ഭക്തിപൂർവ്വം സേവിച്ചാൽ 1 വർഷക്കാലം രോഗപീഠകൾ ഉണ്ടാകില്ലെന്നാണ് വിശ്വാസം. കെഎസ്ആർടിസി സൗകര്യം ഉൾപ്പെടെ വിപുലമായ സംവിധാനമാണ് ഔഷധ സേവയ്ക്ക് എത്തുന്നവർക്കായി ഏർപ്പെടുത്തിയിരുന്നത്. കഴിയുന്നതും ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഒരു തവണ വരുന്ന ഒരു സന്ദർഭമാണ് ഇത്. അത് വേണ്ട വിധത്തിൽ നാം വിനിയോഗിക്കുക. മണ്ഡപത്തിന്റെ പുറകുവശത്ത് ധാരാളം സ്ഥലമുണ്ട്, കടന്നിരിക്കുക. ഔഷധം കൈ കിട്ടിയ ഉടനെ കഴിക്കരുത്. ഇവിടെ നിന്ന് മന്ത്രം ചൊല്ലിത്തരുന്നതിന് ശേഷം മാത്രം കഴിക്കുക.
പരിസ്ഥിതി വരുത്തിയിട്ടുള്ളതാണ്. ഭക്ഷണം കഴിയുന്നതും ഇരുന്നുകൊണ്ട് തന്നെ വേണം കഴിക്കാൻ, കഴിയുന്നതല്ല ഇരുന്നുകൊണ്ട് വേണം കഴിക്കാൻ. ഇപ്പൊ സ്ഥലമില്ലെങ്കിൽ അടുത്ത ബാച്ചിൽ ഇരിക്കാം, തന്നെ ഇരുന്നാൽ മതി. അടുത്ത ബാച്ചില് നമുക്ക് ജപിച്ച് അത് കഴിച്ചതിന് ശേഷം പോകാം. ആദ്യത്തെ മന്ത്രം ചൊല്ലുവാൻ പോവുകയാണ്. എല്ലാവരും കഴിയുന്ന ഉച്ചത്തിൽ ഭക്തിയോടുകൂടി, ഭക്തിയാണ് ധന്വന്തരേ അമൃതകലശഹസ്തായ സർവ ആമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ. ധന്വന്തരിമഹം വന്ദേ വിഷ്ണുരൂപം ജനാർദ്ദനം യസ്യ കാരുണ്യഭാവേന. ഔഷധം സേവിച്ചു കഴിഞ്ഞാൽ കയ്യില പുറത്ത് വെച്ചിട്ടുള്ള പാത്രങ്ങളിൽ മാത്രം നിക്ഷേപിക്കുക. ഔഷധം സേവിച്ചു കഴിഞ്ഞവർക്ക് ഇറങ്ങാം. തൊഴുത് ഔഷധ കൂട്ട് വിതരണം പൂർത്തിയായെന്ന് വിചാരിക്കുന്നു. ധന്വന്തരേ കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതി മന്ത്രി പി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കുടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റോഷി അഗസ്റ്റിൻ MLA അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിലാണ് പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചത്. ആവശ്യമുള്ള വിത്ത് അടുത്ത വർഷം ഉണ്ടാകണം. ഇപ്പൊ പച്ചക്കറി വീട്ടിൽ കൃഷി ചെയ്യുന്നവരെ നോക്കി, ഇപ്പൊ കൃഷിയുള്ളവര് മോശമില്ലല്ലോ. കഴിഞ്ഞ വർഷം പോലെ തുടങ്ങിയോ? കുട്ടികളെല്ലാ വീട്ടിലുണ്ടല്ലോ. പെൺകുട്ടികളുടെ വീട്ടിലാണല്ലോ കുറവ് കൃഷി, ആൺകുട്ടികളെല്ലാം കൈവിട്ടിട്ടുണ്ട്. ശരി, അപ്പൊ പച്ചക്കറി കൃഷിയില് ഇനി എല്ലാ ദിവസവും പച്ചക്കറി വീട്ടിൽ പപ്പയാണല്ലോ. കപ്പള കപ്പയ ഇവിടെ ഉപയോഗിക്കും. വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ പച്ചക്കറി വിത്തിന്റെ വിതരണോദ്ഘാടനം പി ടി തോമസ് MP നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MT തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ജൈവ പച്ചക്കറി കൃഷിയെക്കുറിച്ച് അയ്യപ്പൻകോവിൽ കൃഷി ഓഫീസർ ജോർജ് പ്രശാന്ത് ക്ലാസുകൾ നയിച്ചു. വെങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് സദാചാര പോലീസ് പ്രവർത്തിക്കുന്നതായുള്ള പ്രചാരണത്തിനെതിരെ പൌരസമിതി നേതൃത്വത്തിൽ പ്രകടനം നടത്തി. പ്രകടനത്തെ തുടർന്ന് നടന്ന യോഗത്തിൽ INTUC നേതാവ് NI ബെന്നി, CITU നേതാവ് KK കബീർ, STU സെക്രട്ടറി സീതി, PA ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ബംഗളൂരിൽ ഒരു പ്രത്യേകതയുള്ള സ്ഥലമാണ്. ഞങ്ങളെല്ലാവരും എപ്പോഴും പറയും, ആർക്കെങ്കിലും ഒരു സേവന സന്നദ്ധരായ ആളുകളാണ് എന്നാണ് പുറത്തെല്ലാവരും. പണ്ടൊക്കെ ബംഗളൂരിനെ കുറിച്ച് മോശമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് നാളുകളെ ആരോട് ചോദിച്ചാൽ സേവന സന്നദ്ധത പ്രകടിപ്പിക്കുന്ന ചെറുപ്പക്കാരും ആളുകളുമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. എനിക്ക് മാത്രമല്ല, നമ്മുടെ ഈ പ്രദേശങ്ങളിലെ ആളുകളെല്ലാം. കാരണം ഇവിടെ ആർക്കെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ ഓടിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യുവജനവേദിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ഒപ്പുശേഖരണം നടത്തി. എല്ലാവർക്കും സൗജന്യ ചികിത്സ ഉറപ്പാക്കുക, മരുന്നുകളുടെ വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഒപ്പുശേഖരണം നടത്തിയത്. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് TP ദാസൻ ഒപ്പുശേഖരണം ഉദ്ഘാടനം ചെയ്തു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിർണയാധികാരം കുത്തക കമ്പനികൾക്ക് ഏൽപ്പിച്ചു കൊടുത്തതിനു ശേഷം 16 തവണയാണ് ഈ രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചത്. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കറിയാം. ഇന്ന്
മാലപ്പടക്കം പൊട്ടുന്നത് പോലെ ഈ രംഗത്തെ കുത്തകകൾക്ക് അവകാശം കൊടുത്തതിന്റെ തിക്തഫലം ഈ രാജ്യത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. വിലക്കയറ്റം യാതൊരു നിയന്ത്രണവുമില്ലാതെ ഈ രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുതന്നെയാണ് രാസവളം. ഈ രാജ്യത്തെ കർഷകർ ഉപയോഗിക്കുന്ന രാസവളത്തിന്റെ വില നിർണ്ണയിക്കാനുള്ള അധികാരം കുത്തക കമ്പനികൾക്ക് കൊടുത്തതിനു ശേഷം തൊടുപുഴ സർവീസ് സഹകരണ ബാങ്കിൽ ഉത്സവ വിപണിക്ക് തുടക്കമായി. ബാങ്ക് പ്രസിഡന്റ് KM ബാബു ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യായമായ വിലയ്ക്ക് ഈ പ്രദേശത്തെ ആളുകൾക്ക്, സാധാരണക്കാർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഓണം റംസാൻ മാർക്കറ്റ് ഈ വർഷവും ആരംഭിക്കുന്നത്. ഈ വർഷങ്ങളിലെ പോലെ തന്നെ തൊടുപുഴ സർവീസ് സഹകരണ ബാങ്ക് തൊടുപുഴയിലും തൊട്ടടുത്ത ദിവസം കോലാനിയിലും മാർക്കറ്റ് ആരംഭിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഈ മാർക്കറ്റ് എല്ലാവിധ ആളുകളുടെയും സഹകരണത്തോടെ വിജയിപ്പിക്കേണ്ടതായിട്ടുണ്ട്. മുൻ വർഷങ്ങളിലെ പോലെ സാധനങ്ങൾ ലഭ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തതിന്റെ പകുതി പോലും സാധനങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത്തരമൊരു സ്ഥിതിവിശേഷം ഇപ്പോൾ നിലവിലുണ്ട്. നമ്മുടെ രാജ്യത്ത് ഉദാരവൽക്കരണ നടപടികൾ, അതുപോലെ ചില്ലറ വിൽപ്പന മേഖലയിലേക്ക് അടക്കം വിദേശ കുത്തകകളടക്കം കടന്നുവരാനുള്ള സൌകര്യങ്ങൾ ഏർപ്പെടുത്തപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ പൊതുവിതരണ സമ്പ്രദായം തകർക്കപ്പെടുകയാണ്. പൊതുവിതരണ സമ്പ്രദായം നിലനിൽക്കുന്നില്ല എങ്കിൽ വൻകിട കുത്തകകൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിക്കാൻ ഇടയാകും എന്നുള്ള സാഹചര്യമാണ്. രാജ്യത്തെ ജനങ്ങൾ ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പൊതുവിതരണ സമ്പ്രദായം നിലനിർത്തുവാൻ വേണ്ടിയുള്ള പ്രക്ഷോഭത്തിലും അതുപോലെ പ്രവർത്തനങ്ങളിലും ഏർപ്പെടേണ്ടതായിട്ടുണ്ട്. ഇല്ല എങ്കിൽ നമ്മളെ വൻതോതിൽ കൊള്ളയടിക്കാൻ ബഹുരാഷ്ട്ര കുത്തകകൾക്കും അതുപോലെ നമ്മുടെ നാടൻ കുത്തകകൾക്കുമെല്ലാം അവസരമൊരുക്കും എന്നുള്ള സാഹചര്യമാണുള്ളത്. അത് തടയപ്പെടേണ്ടതും സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം നിലനിർത്തേണ്ടതുമായിട്ടുണ്ട്. അതിന് സഹായകരമായിട്ടാണ് ഈ പദ്ധതിയും ഈ ഓണം മാർക്കറ്റ് അതുപോലെ റംസാൻ മാർക്കറ്റ് ഇവിടെ ആരംഭിക്കുന്നത്. തൊടുപുഴ നഗരസഭ 24-ാം വാർഡിൽ വിജയിച്ച BJP സ്ഥാനാർത്ഥി TS രാജന്റെ വിജയം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് എതിർ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് N ചന്ദ്രൻ സമർപ്പിച്ച ഹർജി ചെലവ് സഹിതം തള്ളി മുൻസിഫ് ദിനേശ് പിള്ള ഉത്തരവായി. TS രാജന്റെ കോടതി ചെലവ് ഹർജിക്കാരൻ നൽകണം. ഹർജിക്കാരൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഒന്നുപോലും തെളിയിക്കാൻ അദ്ദേഹത്തിനായില്ലെന്ന് TS രാജൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇലക്ഷന്റെ തലേദിവസം രാത്രിയിൽ N ചന്ദ്രനെ തടഞ്ഞു വെച്ചുവെന്നും അദ്ദേഹം പൈസ കൊടുക്കുവാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ജനങ്ങൾ അദ്ദേഹത്തെ തടഞ്ഞു വെച്ചതെന്നും പറഞ്ഞുകൊണ്ട് നിരവധി ദൃശ്യ മാധ്യമങ്ങളിൽ സ്ക്രോളിംഗ് ന്യൂസായിട്ട് പോയി. ഇന്ത്യ വിഷൻ, ഏഷ്യാനെറ്റ്, അതേപോലെ നമ്മുടെ ലോക്കൽ ചാനലുകളായിട്ടുള്ള ചാനലിലെല്ലാം ആ ന്യൂസ് വന്നു. അത് സ്ഥാനാർത്ഥിയായ TS രാജനാണ്, അദ്ദേഹത്തിന്റെ മൊബൈലിൽ കൂടിയിട്ടാണ് അതിന്റെ ന്യൂസ് എല്ലാം പോയത്. ഈ ചാനലിലെ പ്രവർത്തകരെല്ലാം വിളിച്ചത് സ്ഥാനാർത്ഥിയാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു കേസ്. അവരും കോടതിയിൽ വരികയും മൊഴി കൊടുക്കുകയൊക്കെ ഉണ്ടായി. അതേപോലെ പ്രൊസീഡിംഗ് ഓഫീസറെ വിളിച്ച് കോടതി തെളിവ് ശേഖരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ KSRTCയുടെ സമഗ്ര വികസനത്തിന് പദ്ധതി തയ്യാറാക്കിയതായി PT തോമസ് MP. ഡോക്ടർ ബലരാമൻ കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നഴ്സസ് പേരന്റ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ മാർച്ച് നടത്തി. ഇടവെട്ടി ഔഷധ സേവയ്ക്ക് വൻ ഭക്തജനത്തിരക്ക്. ബുള്ളറ്റിനോട് അവസാനിക്കുന്നു. നമസ്കാരം.